രാജ്യത്തെ ക്ഷേത്രപള്ളി തർക്കങ്ങൾ സംബന്ധിച്ച ആർഎസ്എസ് അധ്യക്ഷൻ മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായ എഡിറ്റോറിയലിൽ വിശദീകരണമായി ആർഎസ്എസ് മാഗസിൻ ഓർഗനൈസർ. തങ്ങൾ സാമൂഹിക ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നു എന്നുമായിരുന്നു വിശദീകരണം. ഓർഗനൈസർ സാമൂഹിക ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു. പൂജനീയ സർസംഘ ചാലകന്റെ പ്രസംഗത്തെ ഓർഗനൈസർ പൂർണ്ണമായും അംഗീകരിക്കുന്നു. വിശ്വഗുരുവാവാൻ ആവശ്യമായ മുൻകരുതൽ എന്ന നിലയിൽ സാമൂഹിക സൗഹാർദ്ദത്തിന്റെ മാതൃകയായി ഭാരതം നിലകൊള്ളുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളെയും പിന്തുണയ്ക്കുന്നു. അതിനാൽ തന്നെ മോഹൻ ഭഗവതിന്റെ പ്രസംഗത്തിനെതിരെ ഓർഗനൈസറിന് എഡിറ്റോറിയൽ ഇറക്കി വിവാദം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. മാഗസിൻ എഡിറ്റർ പ്രഫുല്ല ഖേത്കർ വിശദീകരണ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്ത് ക്ഷേത്രം പള്ളി തർക്കങ്ങൾ കൂടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് മോഹൻ ഭഗവത് കഴിഞ്ഞയാഴ്ച രംഗത്ത് വന്നത്. രാമക്ഷേത്രം പോലുള്ള സംഭവങ്ങൾ സൃഷ്ടിച്ചും ഇവ മുതലെടുത്തും ചിലർ ഹിന്ദുക്കളുടെ നേതാക്കളാകാൻ ശ്രമിക്കുന്നു എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും ആശയങ്ങൾക്കും ഒരുമയോടെ ജീവിക്കാനുള്ള ഒരു മാതൃകയാവണം ഇന്ത്യയെന്നും ഭഗവത് പറഞ്ഞിരുന്നു. യു.പി. സംഭലിലെ ഷാഹി മസ്ജിദിനെ കുറിച്ചും രാജസ്ഥാനിലെ അജ്മീർ ദർഗയെക്കുറിച്ചും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയായിരുന്നു മോഹൻ ഭഗവതിന്റെ പ്രസംഗം. രാമക്ഷേത്രം വിശ്വാസത്തിന്റെ വിഷയമായിരുന്നു. ഹിന്ദുക്കൾക്ക് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് തോന്നി. എന്നാൽ പുതിയ വിഷയങ്ങൾ കുത്തിപ്പൊക്കി വെറുപ്പും ശത്രുതയും ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ല. സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പുരാതന സംസ്കാരത്തിലേക്ക് മടങ്ങുകയാണ് പരിഹാരമെന്നാണ് ഭഗവത് പറഞ്ഞത്. തീവ്രവാദം, ആക്രമണോത്സുകത, ബലപ്രയോഗം, മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ദൈവത്തെയും അപമാനിക്കൽ എന്നിവ തങ്ങളുടെ സംസ്കാരമല്ലെന്നും ഭഗവത് വ്യക്തമാക്കി. രാജ്യത്ത് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ ഇല്ല. എല്ലാവരും ഒന്നാണ്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള ആരാധന രീതി പിന്തുടരാൻ രാജ്യത്ത് അവസരമുണ്ട്. വിശ്വഗുരു ഭാരത് എന്ന വിഷയത്തിൽ പൂനെയിൽ സംസാരിക്കവെയായിരുന്നു ആർഎസ്എസ് തലവന്റെ പ്രസ്താവന. എന്നാൽ ഓർഗനൈസറിന്റെ ഏറ്റവും പുതിയ ലക്കത്തിലെ എഡിറ്റോറിയൽ മോഹൻ ഭഗവതിന്റെ പ്രസംഗത്തെ തള്ളുന്ന രീതിയിലായിരുന്നു. തർക്കസ്ഥലങ്ങളുടെയും നിർമ്മിതികളുടെയും യഥാർത്ഥ ചരിത്രം അറിയുന്നത് നാഗരിക നീതിക്ക് പ്രധാനമാണെന്നായിരുന്നു എഡിറ്റോറിയലിൽ പറഞ്ഞത്. ഉത്തർപ്രദേശിലെ സംഭൽ മസ്ജിദ് വിവാദമാണ് മാഗസിന്റെ കവർ സ്റ്റോറി. സംഭലിന്റെ കലുഷിതമായ വർഗീയ ചരിത്രവും ഇതിൽ പ്രതിപാദിക്കുന്നു. കവർ സ്റ്റോറിയും അതോടൊപ്പമുള്ള എഡിറ്റോറിയലും ക്ഷേത്രപള്ളി തർക്കങ്ങളെക്കുറിച്ചുള്ള ഭഗവതിന്റെ പ്രസ്താവനയിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ചരിത്രപരമായി അധിനിവേശം ചെയ്യപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്ത മതപരമായ നിർമ്മിതികൾ സംബന്ധിച്ച് സത്യം തെളിയിക്കണമെന്നും എഡിറ്റോറിയൽ വാദിച്ചു. നാഗരിക നീതിക്കായുള്ള ഈ അന്വേഷണത്തെ അഭിസംബോധന ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബാബാ സാഹേബ് അംബേദ്കർ ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിന്റെ മൂലകാരണത്തിലേക്ക് പോവുകയും അത് അവസാനിപ്പിക്കാൻ ഭരണഘടനാപരമായ പരിഹാരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മതപരമായ വിദ്വേഷവും അസ്വാരസ്യങ്ങളും അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് സമാനമായ സമീപനം ആവശ്യമാണെന്നും എഡിറ്റോറിയലിൽ പ്രഫുല്ല ഖേത്കർ പറഞ്ഞിരുന്നു. എന്നാൽ ഭഗവതിന്റെ പ്രസംഗത്തെ ഓർഗനൈസറിന്റെ എഡിറ്റോറിയലുമായി ബന്ധപ്പെടുത്തി അനാവശ്യവും തെറ്റായും ചിത്രീകരിച്ച് വിവാദം സൃഷ്ടിക്കുകയാണെന്നാണ് ഖേത്കർ പറഞ്ഞത്. ഡിസംബർ 18-ന് സംഭലിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മോഹൻ ഭഗവതിന്റെ പ്രഭാഷണം നടക്കുന്നത് ഡിസംബർ 19-നാണ്. അതിനാൽ മോഹൻ ഭഗവതിന്റെ പ്രസംഗത്തിന്റെ വെളിച്ചത്തിൽ എഡിറ്റോറിയലിനെ കൂട്ടിച്ചേർക്കുന്നത് അനാവശ്യമാണ്, ഖേത്കർ പറയുന്നു. അതേസമയം ഡിസംബർ 29 എന്ന തീയതി വെച്ചാണ് മാഗസിൻ പുറത്തിറക്കിയിട്ടുള്ളത്.